കണ്ണൂർ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള തളാപ്പിൽ വെച്ച് ഗോവിന്ദസ്വാമി പിടിയിലായപ്പോൾ ആശ്വസിച്ചത് മലയാളികൾ ഒന്നാകെയാണ്. ആളുകൾ തിരിച്ചറിയാനുള്ള സാധ്യത പരിഗണിച്ച് കൈമറച്ചു വെക്കാൻ കൃത്യമായ പദ്ധതി. തലയിലൊരു കെട്ടുമായി റോഡിലൂടെ ഒരു കൂസലുമില്ലാത്ത യാത്ര. കൈപ്പത്തിയില്ലാത്തത് തിരിച്ചറിയാതിരിക്കാൻ തലയിലെ കെട്ടിൽ മറച്ചു പിടിച്ചു. രക്ഷപ്പെടാൻ സകല സാധ്യതകളും ബലാത്സംഗ കൊലപാതക കേസിലെ കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പോലീസ് വലയത്തിൽ കുടുങ്ങി. ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിയതോടെ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായി. ഇതോടെ അധിക സമയം പൊതുസമക്ഷത്തു നിന്നും മറിഞ്ഞിരിക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. ആദ്യം പ്രതിയെ കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷ് ആയിരുന്നു. കണ്ണൂർ സിറ്റിയിൽ തന്നെയുള്ള തളാപ്പിൽ വെച്ച് ഇയാളെ കണ്ട് സംശയം തോന്നിയ സന്തോഷ് ഗോവിന്ദസ്വാമി പോകുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. പേര് കേട്ടതോടെ ഗോവിന്ദസ്വാമി കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തേക്ക് ഓടിക്കയറി. കാട് വെട്ടിത്തൊളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ തൊഴിലാളികളും ഗോവിന്ദസ്വാമി ഓടിമറയുന്നത് കണ്ടു. പ്രദേശമാകെ പോലീസ് വളഞ്ഞു. അറ്റവും മൂലയും അരിച്ചുപെറുക്കി പഴുതുകളടച്ചുള്ള അന്വേഷണം. ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ, ആളൊഴിഞ്ഞ പറമ്പുകൾ എല്ലാം അരിച്ചുപെറുക്കി. ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറിയതായി സൂചന ലഭിച്ചതോടെ പോലീസ് പരിസരമാകെ തിരച്ചിൽ തുടങ്ങി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന് സമീപത്തെ ഉപേക്ഷിച്ച നിലയിലുള്ള കിണറ്റിലൊളിച്ചുവെങ്കിലും പോലീസിന്റെ കണ്ണിൽ നിന്ന് ചാമിക്ക് ഒഴിഞ്ഞു നിൽക്കാനായില്ല. പ്രതി നഗരം വിട്ടുപോയിട്ടില്ലെന്ന് തന്നെയായിരുന്നു പോലീസ് നിഗമനം. ഇത് ശരിവെക്കുന്നതായിരുന്നു കണ്ണൂർ നഗരത്തിൽ പ്രതിയെ കണ്ടെന്ന സൂചനകൾ. ഗോവിന്ദസ്വാമി നടന്നു നീങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഇത് ഗോവിന്ദസ്വാമിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇതോടെ സാക്ഷിമൊഴികൾ വിശ്വാസത്തിലെടുത്ത് പരിസരമാകെ അന്വേഷണം വ്യാപിപ്പിച്ചു. കിണറ്റിൽ ഗോവിന്ദസ്വാമിയുണ്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞതോടെ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരെല്ലാം ഓടിയെത്തുകയും പ്രതിയെ കിണറ്റിൽ നിന്ന് തൂക്കിയെടുക്കുകയുമായിരുന്നു. പോലീസ് സമീപ പ്രദേശമാകെ വളഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങിയോടി കിണറ്റിൽ മറിഞ്ഞിരുന്നെന്നാണ് സംശയിക്കുന്നത്. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചാടിയ ഗോവിന്ദസ്വാമിക്കായി പോലീസ് വ്യാപക തിരച്ചിലാണ് നടത്തിയത്. നാട്ടുകാരും പോലീസും ഒരുമിച്ച് നിന്നാണ് കൊടും ക്രിമിനലിനെ പിടികൂടിയത്. കൃത്യമായ വിവരങ്ങളും സൂചനകളും പ്രദേശവാസികൾ പോലീസിന് കൈമാറിയതോടെയാണ് ഒട്ടും വൈകാതെ ഇയാൾക്കരികിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ജയിലിലെ 10-ാം നമ്പർ ബ്ലോക്കിലെ സെല്ലിലാണ് ഇയാളെ താമസിപ്പിച്ചിരുന്നത്. സെല്ലിലെ കമ്പി മുറിച്ച് പുറത്തിറങ്ങി വലിയ ചുറ്റുമതിൽ തുണികൾ കൂട്ടിക്കെട്ടി ചാടിക്കടക്കുകയായിരുന്നു. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളാണ് പ്രതി നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ വീഴ്ച സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.